സൂര്യൻ വരുന്നതിന് മുന്നേ ഷൂട്ട് തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നല്ല വെളിച്ചമൊക്കെ വന്നു. സൂര്യനും കൂടെ വന്നാൽ മതി. വ്ലോഗാണ്. ഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. Turn right onto Wakala, Madathara Road. ഹായ് ഹലോ, ഞങ്ങളപ്പോൾ ഇന്നൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. നാളെ ചേച്ചിയുടെ സേവ് ദ ഡേറ്റ് ഷൂട്ടാണ്. ഞങ്ങൾ വർക്കല വെച്ച് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡ്രസ്സും ആക്സസറീസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ അതിൻ്റെ ചെറിയ ഷോപ്പിങ്സ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് ആ ഷോപ്പിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നാളെ എന്തായാലും പോവല്ലേ, അപ്പം ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. എങ്കിൽ പിന്നെ അതിൻ്റെ ഷോപ്പിംഗ് വീഡിയോയും കൂടെ എടുക്കാമെന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുന്ന വഴിയായി. അതാ എല്ലാം എടുത്ത് ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്കിലുണ്ട്. ഷോപ്പിംഗ് നാളെ രാവിലെ ഞാനും ചേച്ചിയും കൂടെ ആണ് പോകുന്നത്. രാവിലെ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങാനാണ് പ്ലാൻ. ഒരു 5:30, 6 മണിയാകുമ്പോഴത്തേക്കും രാവിലെ സൂര്യൻ വരുവാണെങ്കിൽ അപ്പം തന്നെ ഷൂട്ട് തുടങ്ങാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് പക്ഷെ മഴയില്ല, ഇന്ന് നല്ല വെയിലാ. പക്ഷെ നാളത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. നാളെ രാവിലെ തന്നെ സച്ചിൻ ചേട്ടനും വരും. അപ്പോൾ അതിന്റെ വിശേഷം ഞാൻ കാണിക്കാം. ഓക്കെ, ഞങ്ങള് 5 മണിയായപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു 6 ആകുമ്പോഴത്തേക്കും വർക്കലയിലെത്തും. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. 4:30 ഇറങ്ങണമായിരുന്നു, പക്ഷെ അലാം അടിച്ചില്ല. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. മൊത്തം ഇരുട്ട കാണത്തില്ല. നമ്മുടെ സച്ചിൻ ചേട്ടൻ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളിത് പോയിട്ട് ചേട്ടനെ പിക്ക് ചെയ്ത് വേണം പോകാൻ. നമ്മളേക്ക് പോകാൻ. ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയൊക്കെ വന്നു. കൊട്ടാരക്കര വരെ വന്നു. എന്നിട്ട് അവര് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്ക് പോയി. എന്നിട്ട് അവര് അങ്ങോട്ട് പോയി, ഞങ്ങൾ ഇങ്ങോട്ടും പോരുന്നു. അപ്പോൾ സൂര്യൻ വരുന്നതിന് മുന്നേ ഷൂട്ട് തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം. ആ സമയത്ത് പക്ഷെ ഇപ്പൊ വെട്ടമായി. ഏകദേശം നല്ല വെളിച്ചമൊക്കെ വന്നു. സൂര്യനും കൂടെ വന്നാൽ മതി. അപ്പം ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യാണ്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. ബൈ. ഞങ്ങളങ്ങനെ കൃത്യം 6:30 ആയപ്പോഴത്തേക്കും വർക്കല റെയിൽവേ സ്റ്റേഷൻ എത്താറായിരുന്നു. സച്ചിൻ ചേട്ടൻ എപ്പോഴേ 5 മണിയായപ്പോഴും ഞങ്ങളെയും കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, കറക്റ്റ് സമയമായപ്പം റെയിൽവേ ക്രോസിൽ ട്രെയിൻ പോകുന്ന സമയമായിരുന്നു. ഞങ്ങൾ കുറച്ചങ്ങനെ അവിടെയും ലേറ്റായി. എന്നിട്ട് നേരെ പോയി സച്ചിൻ ചേട്ടനെ പിക്ക് ചെയ്തു. എന്നിട്ട് ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് ഞങ്ങൾ ഷൂട്ട് നടക്കുന്ന സ്ഥലത്തോട്ടായിരുന്നു പോയത്. ഇതായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിംഗ് നടന്ന റിസോർട്ട്. വർക്കലയിൽ ട്രിപ്പീസ് ലൈഫ് എന്ന് പറഞ്ഞൊരു റിസോർട്ടിൽ വെച്ചായിരുന്നു ഷൂട്ട്. ഈ സ്ഥലവും ഒക്കെ കണ്ടുപിടിച്ച് തന്നത് ഞങ്ങളുടെ ക്യാമറ ചേട്ടന്മാരായിരുന്നു. ഞങ്ങൾ ആദ്യം പുനലൂർ തൂക്കുപാലത്തിൽ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ വീണ്ടും വേറെ സ്ഥലങ്ങളൊക്കെ നോക്കി അവസാനം ഇവിടെ അവർ തന്നെയാണ് ഈ സ്ഥലം ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഇവിടെ ഷൂട്ട് ചെയ്യുമായിരുന്നു. എന്തായാലും 2 മണിക്കൂർ സമയമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തീർക്കുമായിരുന്നു. 2 കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എല്ലാം തീർക്കുമായിരുന്നു 2 മണിക്കൂറിനുള്ളിൽ. എന്തായാലും നല്ല ഔട്ട്പുട്ട് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഞാൻ ഇതിൻ്റെ അവസാനം ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വേറൊരു ടീമും കൂടെ ഉണ്ടായിരുന്നു സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരും ഞങ്ങൾ മാറി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്ത് 2 മണിക്കൂറിൽ തന്നെ ഞങ്ങളെല്ലാം ചെയ്ത് തീർത്ത് ഇറങ്ങിയിട്ടുമുണ്ട്.
ചേച്ചിയും ചേട്ടനും കുറേ അലമ്പായിരുന്നു. കാരണം ഒരാൾ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, രണ്ടുപേരും ചിലപ്പോൾ കണ്ണടയ്ക്കുന്നു, അങ്ങനത്തെ സെറ്റപ്പായിരുന്നു. പിന്നെ അവസാനം ചെയ്ത് വന്ന് നല്ല ഫോട്ടോസ്, നല്ല ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ ക്യാമറ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ കൊണ്ട് അഭിനയിപ്പിക്കാൻ. എന്തായാലും അത് സക്സസ്ഫുള്ളായിട്ട് തന്നെ നല്ല ഫോട്ടോസും കിട്ടി. ആദ്യമൊക്കെ ഞാൻ അവർ ചരിയുന്നതും തിരിയുന്നതും റിപ്പീറ്റ് അടിച്ച് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും വിശപ്പായി, കണ്ട് ബോറും അടിച്ചു. പിന്നെ ഞാൻ 2 ഫോറിനേഴ്സ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരവിടെ വീട്ടുകാരെന്തോ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതും കേട്ടോണ്ട് കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ഈ കഥയും പറഞ്ഞ് ഫോട്ടോയുടെ ഭംഗി കൂട്ടാൻ വേണ്ടി സൺഗ്ലാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഈ ഷൂട്ടിന് വരുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, അന്ന് മഴയാവുമോ, മഴ വന്ന് കുളമാക്കുമെന്ന്. കാരണം ഇതിൻ്റെ 2 ദിവസം മുന്നേ നല്ല മഴയൊക്കെ ആയിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങൾ പോയ ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു. ഞാൻ വീണ്ടും തിരിച്ചു വന്നു. അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ. അടുത്ത ഡ്രസ് ചേഞ്ചൊക്കെ നടത്തി. ഞങ്ങൾ ശരിക്കും ഈ ഡ്രസ് ചേഞ്ച് വേണമെന്നൊക്കെ ആലോചിച്ചായിരുന്നു, കാരണം ഇതിൽ നല്ല ഫോട്ടോസ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഫോട്ടോ വന്നപ്പോൾ നല്ല ഫോട്ടോ കിട്ടിയത് ഇതിനകത്തായിരുന്നു. എനിക്കും ചേച്ചിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഡ്രസ്സിലത്തെ ഫോട്ടോ ആയിരുന്നു. എനിക്ക് വീഡിയോസ് കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ, കാരണം നല്ല വിശപ്പായിട്ട് പെട്ടെന്ന് എടുത്തിട്ട് ഇറങ്ങുമായിരുന്നു. റെസ്റ്റോറൻറ്റിൽ കയറി, അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ അവസാനം കുറച്ച് നേരം നിന്നിട്ട് സീറ്റൊക്കെ ഒപ്പിച്ച് എന്താ പറയുക
അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ കൊള്ളാം. അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ക്യാമറമാന്മാരെ കാണിച്ചത് ഇതാണ് ഞങ്ങളുടെ ക്യാമറമാന്മാർ. അവർ ബിസിയിലാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വീട്ടിൽ ചെയ്തിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഓയ് ഹലോ എൻ്റെ വ്ളോഗാണ്. കൊണ്ട് ബാക്കിൽ കൂടെ നടന്നു പോകുന്നു. ഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. Turn right onto Wakala, Madathara Road. ഓക്കെ, ഞങ്ങളങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് സച്ചിൻചേട്ടനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കി. ഞാൻ ചേച്ചി കൂടി തിരിച്ചു പോവുകയാണ്. ഞങ്ങളുടെ കാർ അങ്ങനെ വളരെ അലങ്കോലമായി കിടക്കുകയാണ്. നല്ല വൃത്തിയിട്ട കോലമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇന്നിനി പരിപാടിയൊന്നും ഇല്ല. വീട്ടിൽ പോകണം, ഉറങ്ങണം. ഞങ്ങളുടെ ബ്ലൗസ് ചേച്ചിയുടെ എൻ്റെയൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അടൂരാണ് കൊടുത്തത്. അത് വാങ്ങിക്കണം, അത് പിന്നെ ഇട്ട് നോക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളും മേക്കപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം. പിന്നെ ഡാൻസ് പ്രാക്ടീസും ഡാൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇനി 3-4 ദിവസം ഉണ്ട് കല്യാണത്തിനൊന്നും തുടങ്ങിയിട്ടില്ല. എന്താണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഇത് വൈൻഡപ്പ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നല്ല ഷൂട്ടായിരുന്നു. ഞങ്ങളുടെ ക്യാമറ ചേട്ടന്മാരില്ല, ഒരു ചേട്ടൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പോസ് ചെയ്യാൻ അറിയാത്തവരെ കൊണ്ട് നന്നായി പോസ് ചെയ്യിപ്പിച്ചു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. അവസാനം വിശന്ന് പണ്ടാരം ഇറങ്ങിപ്പോയി. ഇനിയിപ്പം എങ്ങനെയൊക്കെയോ പോന്ന്. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടാണെന്ന്. ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അടുത്ത വീഡിയോ വണ്ടി സ്കൂട്ടറില്ല, പൊക്കോ ഒരു അങ്കിളുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. എൻ്റെ കുറേ വ്ളോഗുകൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും